അണ്ടഭാണ്ഡത്തെ തന്റെ തൊന്തി തന്നടിക്കാക്കി ഭൂതനാഥനെ പാർക്കാൻ പോകുവോർ കഴൽ നീക്കി ഭൂതനാഥനെ പാർക്കാൻ പോകുവോർ കഴൽ നീക്കി ഭൂതിധാതാവായി വാഴും പമ്പാ ഗണേശന്നേത്തം ഭൂതിധാതാവായി വാഴും ഭൂതിധാതാവായി വാഴും പമ്പാ ഗണേശന് ഏത്തം गजमुख पंकज भानो जय नगजापधर तनोज विभो जय गजमुख पंकज भानो जय नगजा तनोज विभो जय सुगजानन सुरवन्तित पतयुग सुखजालं इह जनय विनायक अखिलाधार अखिलाधार कृपाजलधे जय अखिलाधार कृपाजलधे जय निखिलाधिमत महाजन पूजित सकला अनुग्रह कर नैषादर सकला अनुग्रह कर नैषादर सकला आभरण गणाधिपते जय നളിനാസനമുഖ നളിനങ്ങളിൽ ഒരു നളി തേടിടിന കളഹം സീജയ നളിനാസനമുഖ നളിനങ്ങളിൽ ഒരു നളി कलहं श्रीजय नलिनायत दल नयने जय नव नलिनायत दल नयने जय नव नलिन मनोहर वदने जय जय नव नलिन मनोहर नव नलिन मनोहर नव नलिन मनोहर
വിലസിന വെളുവെളെ വിലസിന ചന്ദ്രിക തന്നോടു പൊലിമ കലർന്നു വിളങ്ങിന ദേവി വെളുവെളെ വിലസിന ചന്ദ്രിക തന്നോടു പൊലിമ കലർന്നു വിളങ്ങിന ദേവി തെളിവോടു വന്നിഹ മമനാവിന്മേൽ തെളിവോടു വന്നിഹ മമനാവിന്മേൽ വിളയാടിടുക വാഗീശ്വരീ അമ്മേ മൂകാംബികേ വിജയലക്ഷ്മി ഗൗരീ മായാമോട സുരേശനെ കൊല ചെയ്യുവാനായി മാധവൻ മായാമോഹിനി വേഷം ഉണ്ടനാൾ മാരാരി മരാരി മായാമോട സുരേശനെ കൊല ചെയ്യുവാനായി മാധവൻ മായാമോഹിനി വേഷം പൂണ്ടനാൾ മാരാരി പുണർന്നിടുന്നേൻ മാരാരി പുണർന്നിടുന്നേ അന്നുണ്ടായുള്ള ഭൂതനാഥനെ ഹരിഹരസുതന്നയ്യൻ അയ്യപ്പനെ അന്നുണ്ടായുള്ള ഭൂതനാഥനെ ഹരിഹരസുതന്നയ്യൻ അയ്യപ്പനെ ഹരിഹരസുതൻ അയ്യൻ അയ്യപ്പനെ വില്ലാളികൾക്കു വീരനാകിയ വില്ലാളികൾക്കു വീരനാകിയ നിലവയ്യനെ ഞാൻ കൈതൊഴുന്നേ വില്ലാളികൾക്കു വീരനാകിയ നിലവയ്യനെ ഞാൻ സദാ കൈതൊഴുന്നേ സ്വാമി സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ിലങ്ങറുപത്തിനാലു കലയ്ക്കധീശനിടയ്ക്കയും ആവിലങ്ങത്തിലെണ്ണമറ്റ കലയ്ക്കധീശ്വരമന്ത്രവും
അറുപത്തിനാലു കലയ്ക്കധീശനിടയ്ക്കയും നാവിലങ്ങതിലെണ്ണമറ്റ കലയ്ക്കധീശ്വര മന്ത്രവും തോളിലങ്ങറുപത്തിനാലു കലയ്ക്കധീശനിടയ്ക്കയും നാവിലങ്ങതിലെണ്ണമറ്റ കലയ്ക്കധീശ്വര മന്ത്രവും കേവലം ചെറുകോലു കൊണ്ടതിടയ്ക്കയിൽ ശ്രുതിമീട്ടിയും കേവലം ചെറുകോലു കൊണ്ടതിടയ്ക്കയിൽ ശ്രുതിമീട്ടിയും കേവലം ചെറുകോലു കൊണ്ടതിടയ്ക്കയിൽ ശ്രുതിമീട്ടിയും പാടിടും പരമേശ്വരൻ തിരു നാമകീർത്തനമാലയും പാടിടും പരമേശ്വരൻ തിരു പാടിടും തവമീശ്വരൻ തിരു നാമകീർത്തനമാലയും പാടിടും പരമേശ്വരൻ തിരു നാമകീർത്തനമാലയും. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗീത സാംസ്കാരിക ചടങ്ങിൻ്റെ 3-ാം ദിനമാണ് ഇന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും ഭക്തി നിർഭരവുമായ ഒരു ദിവസമാണ്. നമ്മുടെ ഇന്ന് പ്രഭാഷണം നടത്തുന്നത്, ഭക്തി പ്രഭാഷണവും നവരാത്രി സന്ദേശവും നൽകുന്നത് നമ്മളെല്ലാം ഏറ്റവും ആരാധിക്കുന്ന ദേശമംഗലം ഓങ്കാരാശ്രമമഠാധിപതി സംപൂജ്യ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനായ സാക്ഷാത് ധർമ്മശാസ്താവിൻ്റെ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ പാദസ്പർശനമേറ്റതോടെ ഒന്നുകൂടി അത് ഭക്തിനിർഭരമായിരിക്കുന്നു, മഹത്തായിരിക്കുന്നു. ഈ ആധുനിക മനുഷ്യർ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആധുനികതയുടെ അതിപ്രസരം കൊണ്ട് ലോകമെല്ലാം തൻ്റെ കൈപ്പിടിയിലാണെന്ന് ധരിക്കുന്ന യുവജനത അവർ സംഭവിക്കുന്ന മൂല്യച്യുതിക്ക് ഇത്തരം മഹത് വ്യക്തികൾ എന്നും ഒരു പരിഹാരമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന സത്യം നാം മറക്കാതെ വയ്യ. നവരാത്രിയെ സംബന്ധിച്ചിടത്തോളം അത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അജ്ഞതയ്ക്കെതിരെ, അന്ധകാരത്തിനെതിരെ നന്മയുടെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നാം കൊണ്ടാടുന്നത്. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ അഗാധമായ ആഴക്കടലിലെ ഒട്ടക്കടലിൽ താമസിക്കുന്ന ഒരു മണ്ടൂകം എന്തെങ്കിലും പറഞ്ഞാൽ അത് അവിവേകമായി പോകുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ശക്തനല്ല. കേരളത്തിനപ്പുറം നമ്മുടെ ഭാരതം മുഴുവൻ നിരവധി ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തി പുതുതലമുറയെ നാശത്തിൻ്റെ അല്ലെങ്കിൽ അജ്ഞതയുടെ അന്ധകാരത്തിലേക്ക് ദിവസവും താഴ്ന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു വെളിച്ചമായി, പൊൻകിരണമായി ഇത്തരം ചില പുണ്യജന്മങ്ങൾ ഉണ്ട് എന്നുള്ളതിനാണ് നമ്മുടെ സമൂഹം ഇന്നും അതമ്പതിക്കാതെ നിലനിന്ന് പോകുന്നത്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ഏറ്റവും ഭക്തിപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ ഈ സ്വാഗതം ചെയ്യുകയാണ്. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം
സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. തായേ നിന്നടിതാർ തൊഴുന്നൊരടിയാർക്കെന്നെന്നുമാലംബമായി നീയേയുള്ളൂ ജഗത്തിലൊരുവൾ ഇത്രയ്ക്കും കൃപാലോലയായി. മായേ ശുംഭനിശുംഭമർദിനി കനിഞ്ഞേകേണമേ നിസ്തുലശ്രീയേയും പരഭക്തിയേയുമൊടുവിൽ കൈവല്യധാമത്തെയും. ശ്രീയേയും പരഭക്തിയേയുമൊടുവിൽ കൈവല്യധാമത്തെയും. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. പരിപാവനമായ നമ്മുടെ ഈ ദേവസന്നിധിയിൽ 9 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങളുടെ 3-ാം സുദിനത്തെ കാര്യക്രമത്തിലാണ്, സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഭാരതത്തിലെമ്പാടും ഈ പുണ്യദിനങ്ങൾ ആരാധനാലയങ്ങളിലും അതുപോലെ ഗൃഹങ്ങളിലുമെല്ലാം വളരെ ഭക്തിയോടും നിഷ്ഠയോടും ആധ്യാത്മിക സംസ്കൃതിയോടും കൂടിയാണ് ഈ ദിവസങ്ങൾ ആചരിച്ചു പോകുന്നത്. കേരളത്തിലും എല്ലാ ദേവീക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും ഈ 9 നാളുകളിൽ ഭക്തിപരമായ അനുഷ്ഠാനങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെയും പലതരത്തിലുള്ള കലാപ്രകടനങ്ങളുടെയും ദിവ്യമായ ഒരു അന്തരീക്ഷം കൊണ്ട് മുഖരിതമാകുന്നു എല്ലാ സായാഹ്നങ്ങളും. ചില ക്ഷേത്രങ്ങളിലൊക്കെ, അപൂർവമായ ക്ഷേത്രങ്ങളിൽ പകലുടനീളം ദേവീ ഭാഗവത പാരായണം, ഈ സമ്പൂർണമായ ലളിതാ സഹസ്രനാമാർച്ചന, ദേവീ ഭാഗവത നവാഹയജ്ഞം അല്ലെങ്കിൽ സംഗീതാർച്ചന, അങ്ങനെയുള്ള ആധ്യാത്മികവും ഭക്തിപരവുമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടും സമൃദ്ധമായി കൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം ദൈവികമായ അനുഷ്ഠാനങ്ങൾക്കും ആചരണങ്ങൾക്കും വളരെയേറെ പ്രാധാന്യവും സ്വീകാര്യതയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആരാധനാലയങ്ങളുടെ കെട്ടും മട്ടും മാത്രമല്ല, അവിടെ വരുന്ന ഭക്തജനങ്ങളുടെയും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരുടെയും എല്ലാം മനോഭാവവും സമീപനവും പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ തനതായ സംസ്കൃതിയോട് ഏറ്റവും കൂറും കടപ്പാടും പുലർത്തുന്ന വിധത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇത്തരം അനുഷ്ഠാനങ്ങളെയും ആചരണങ്ങളെയും ആരാധനാ പദ്ധതികളെയും എല്ലാം അകറ്റി നിർത്തിയിരുന്ന ഒരു തലമുറ, 1-2 തലമുറ, അത് മാറി പുതിയൊരു കാലത്തിലേക്ക് പുതിയൊരു ജനത കടന്നു വരുന്ന സമയത്ത് ഈ പാരമ്പര്യ മൂല്യങ്ങളെയും ആ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ തലങ്ങളിൽ മികച്ച വ്യക്തികളായി അല്ലെങ്കിൽ കരുത്തുറ്റ വ്യക്തിത്വങ്ങളായി വളരേണ്ടതിൻ്റെ ആവശ്യമൊക്കെ തിരിച്ചറിഞ്ഞ ഒരു തലമുറ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ മൂല്യങ്ങളെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടും ഗൗരവത്തോടും ശാസ്ത്രീയ പിൻബലത്തോടും കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം.
പലപ്പോഴും അതിന് കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ അവരുടെ മുമ്പിൽ പരിഹാസ്യരാകുന്നതോ പൊതു ഇടങ്ങളിലൊക്കെ നമ്മൾ അനാവശ്യമായ വിമർശങ്ങൾക്ക് വിധേയരാകേണ്ടിയോ വരുന്നത്. അത്തരമൊരു പ്രതിസന്ധിക്കും ഒരു ന്യൂനതയ്ക്കും പ്രതിവിധി എന്ന നിലയിലാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ ആഘോഷങ്ങളും ആചരണങ്ങളുമൊക്കെ നടത്തുന്നതിനനുബന്ധമായി എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം, പ്രാധാന്യം, ഇത് എത്ര കണ്ട് മനുഷ്യരുടെയും മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഒക്കെ ഭാഗമായി നാം കാത്തു സൂക്ഷിക്കേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് നയിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം അതിന് ഭക്തജനങ്ങളെയും ഇതിൻ്റെ പ്രവർത്തകരെയും ഒക്കെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു ധരിപ്പിക്കുക, ആ പറയുന്നത് വേണ്ടത്ര ഉൾക്കാഴ്ചയോടെ സ്വീകരിക്കാൻ തക്ക നിലയിൽ അവരെ സജ്ജരാക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനമായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് ബഹുമുഖമായ കർമ്മപദ്ധതികളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ദൈവികമായ അനുഷ്ഠാന പദ്ധതികൾ. അതേറെയുണ്ട്. പൂജകളുണ്ട്, നാമജപമുണ്ട്, ക്ഷേത്ര സംബന്ധമായ പല പ്രവർത്തനങ്ങളുണ്ട്, വ്യക്തിപരമായ തപോനുഷ്ഠാനങ്ങളുണ്ട്, ഗാർഹിക ജീവിതത്തിലെ നിയമക്രമങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായി നാം ജീവിക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി നാം തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മുടെ മുൻപേ കടന്നുപോയ ജീവിച്ചിരുന്ന മഹാമനീഷികളായ, ഒന്നുകൂടി അലങ്കരിച്ചു പറഞ്ഞാൽ മഹാമേരുവിനോളം മഹാമനീഷിയുള്ള മഹാത്മാക്കളുടെ ആശയവിനിമയത്തിൻ്റെ ഉപോത്പന്നങ്ങളായ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ, ഭാരതത്തിൻ്റെ സനാതനധർമ്മം എത്ര കണ്ട് ആഴവും പരപ്പും ഉള്ളതാണെന്നറിയാൻ നമ്മെ സഹായിക്കുന്ന, ഏത് കാലത്തുള്ള ജനതയെയും തലമുറയെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിൽ നിർമ്മിക്കപ്പെട്ട രചനകളെ ആഴത്തിൽ പഠിക്കുകയും അത് ചർച്ചയ്ക്ക് വിധേയമാക്കി കാലാനുസൃതമായ നവീകരണത്തിന് അതിന് നാം ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ഉത്കൃഷ്ടമായ ധർമ്മത്തിൻ്റെ ഭാഗമായി ജനിക്കാനും ജീവിക്കാനും സാധിച്ചതിൻ്റെ അഭിമാനവും അനുഗ്രഹവും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ലോകയാത്രയിൽ മുന്നോട്ട് പോയി ഇവിടെ നിന്ന് കടന്നു പോകാൻ സാധിക്കുക. അത്തരത്തിൽ എല്ലാവരെയും, ഈ ഭൂമിയിലെ മനുഷ്യരാശിയെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന സവിശേഷമായ ഒരു സമീപനവും കാഴ്ചപ്പാടും പുലർത്തിപ്പോന്ന ഒട്ടേറെ ദാർശനികവും ധാർമ്മികവുമായ പിന്തുണ ആർജിച്ച ഒരു സംസ്കൃതിയുടെ സന്തതികളാണ് നാം എല്ലാവരും. പക്ഷെ അതറിഞ്ഞുകൊണ്ടാണോ നാം ഇന്ന് ജീവിക്കുന്നതെന്ന കാര്യത്തിൽ നാം കൂടുതൽ ആലോചനയും കൂടുതൽ പരിശോധനയും നടത്തേണ്ടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് കേവലം ഭൗതികമായ അല്ലെങ്കിൽ ബാഹ്യമായ ചില ശീലങ്ങളോ ശൈലികളോ പിന്തുടരുന്നു എന്നല്ലാതെ, ഔപചാരികമായി നാം ഹിന്ദു എന്ന നാമം പേറുന്നു എന്നല്ലാതെ, ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു അഭിസംബോധന നമ്മിലേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എത്ര കണ്ട് ഗൗരവമുള്ളതാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ യഥാർത്ഥത്തിൽ? കേവലം ഔപചാരികമായി എഴുത്തുകുത്തിടപാടുകളിൽ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു ശബ്ദമായി മാത്രം ഇന്ന് ഹിന്ദു എന്ന പദം ഉപയോഗിക്കുമ്പോൾ ആ പദം ഉൾക്കൊള്ളുന്നത് അതിവിശാലവും ആഴവും പരപ്പും ഏറെ നിറയുന്നതുമായ ഒരു സംസ്കൃതിയുടെ ഒരടയാളമാണ്. അതുകൊണ്ട് ആ സംസ്കൃതിയെ വേണ്ടത്ര മാനിക്കുകയും ആദരവോടുകൂടി പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ നാമം കൊണ്ട് ജീവിതത്തിന് സാഫല്യവും ധന്യതയും ഉണ്ടാകുന്നത്. അങ്ങനെ സുദീർഘമായി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും ഈശ്വരീയതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധികളെയും നേട്ടങ്ങളെയും സ്വീകരിക്കാനും അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനും അത് ഉചിതമായി പരിപാലിച്ച് അനന്തരാവകാശികൾക്ക് കൈമാറാനുമുള്ള സുദീർഘമായ ഒരു കർമ്മപദ്ധതിയായിട്ടാണ് ഭാരതീയ സംസ്കൃതിയിൽ ഈ ജീവിതത്തെയും ഭൗതികമായ വ്യവസ്ഥകളെയും ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതെല്ലാം പറഞ്ഞു പോകാതെ അത് ഏത് കാലഘട്ടത്തിൻ്റെയും സ്പന്ദനത്തിനും പ്രാദേശികമായ വ്യവസ്ഥകൾക്കും വിധേയമായി ഉപയോഗപ്പെടുത്താൻ ഉള്ള സാധ്യതയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവയെല്ലാം കഥകളായി, ഉദാഹരണങ്ങളായി, കവിതകളായി, പദ്യങ്ങളും ശ്ലോകങ്ങളും കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും മന്ത്രങ്ങളുമായി ചമയ്ക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കി ജീവിക്കാനുമുള്ള ഔപചാരികമായ വിദ്യാഭ്യാസ പദ്ധതിയോ അല്ലെങ്കിൽ ഗാർഹിക ജീവിതത്തിൽ ഇതൊക്കെ വേണ്ടവണ്ണം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യമോ നമ്മളെ സംബന്ധിച്ചില്ല.
പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കുറച്ചൊരു താല്പര്യവും അടുപ്പവും ശ്രദ്ധയും ഉണ്ടാകുന്ന കാലം കുറച്ചൊക്കെ പ്രായം കഴിഞ്ഞിട്ട്, ഒരു 10, 50, 60 കഴിഞ്ഞിട്ടാണ് പലരും ഈ രംഗത്തെക്കുറിച്ച് ചിന്തിക്കാനും കുറച്ചൊക്കെ മനസ്സിലാക്കാനും ശ്രമിക്കുക. പക്ഷെ അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ സമയം ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ ബുദ്ധിശേഷി, ചിന്താശേഷി, ഓർമ്മശക്തി, കാർമ്മശേഷി ഇതെല്ലാം വളരെയധികം ദുർബലമാകുന്ന സമയത്ത് ഇതൊന്നും വേണ്ട വിധത്തിൽ ശരിയായ രീതിയിൽ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കാതെ പോകുന്നു. അപ്പോൾ അതൊരു പോരായ്മയാണ്, അല്ലെങ്കിൽ ഒരു പരാധീനതയാണെങ്കിലും കുറേ പേരെങ്കിലും അത്തരം കാര്യങ്ങളിൽ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ആശ്വാസവും പ്രതീക്ഷയുമാണ്. അപ്പോൾ അത്തരം ആ ഒരു രംഗത്ത് നമ്മുടെ ക്ഷേത്രങ്ങളാണ് ഏറെയും പ്രവർത്തിച്ചു കാണുന്നത്. നാരായണീയ പാരായണം, ഭാഗവത സപ്താഹയജ്ഞം, പലവിധത്തിലുള്ള അർച്ചനകൾ, പുഷ്പാഞ്ജലികൾ, വഴിപാടുകൾ, ഉത്സവാഘോഷങ്ങൾ, പ്രാദേശികമായ ആഘോഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഭക്തിയുടെയും ധർമ്മത്തിൻ്റെയും മേഖലയിൽ ഒരു സമൂഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ചേർത്ത് നിർത്തൽ അർത്ഥവത്താകണമെങ്കിൽ, അത് പൂർണ്ണമാകണമെങ്കിൽ ഇതെങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശരിയായ അവബോധം അതിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകണം. ആ അവബോധമില്ലാതെ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അത് പരിഹരിക്കാൻ ഉചിതമായ ശാസ്ത്രീയ മാർഗങ്ങളും ഏറ്റവും പ്രായോഗികമായ ആചാര്യ നിർദ്ദേശങ്ങളും ശ്രവിക്കാനും അത് ഉൾക്കൊള്ളാനും അതേ പാതയിൽ സഞ്ചരിക്കാനും നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ല എന്നതാണ് വലിയ ഒരു ഭീഷണിയായി, വലിയ ഒരു വേദനയായി നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം ആഘോഷങ്ങളും ആചാരങ്ങളുമൊക്കെ ബഹുമുഖമായി വലിയ തോതിൽ നടക്കുമ്പോഴും ഇതെല്ലാം വ്യക്തി എന്ന നിലയിൽ നമ്മെ എത്ര കണ്ട് സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തി ജീവിതം സമാധാനപൂർണമായിരിക്കണം, സന്തോഷനിർഭരമായിരിക്കണം. ഞാൻ ജീവിക്കുന്ന സ്ഥാനം, അത് ഗൃഹമാകട്ടെ മറ്റേതെങ്കിലും ഒരിടമാകട്ടെ, അവിടെ എപ്പോഴും സ്വൈരത, സ്വച്ഛത, ശാന്തി ഇവ നിലനിൽക്കണം. അങ്ങനെ സന്തോഷവും സമാധാനവും ശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും അതാണ് ആഗ്രഹവും ആവശ്യവും. പക്ഷേ ധനമുണ്ടായി, വിഭവങ്ങളുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, സമ്പത്തുണ്ടായി, അധികാരമുണ്ടായി, പദവിയുണ്ടായി, ബന്ധങ്ങളും സൗഹൃദങ്ങളും ധാരാളമുണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ട് മാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ അളവറ്റ സൗകര്യങ്ങളും അളവറ്റ സൗഭാഗ്യങ്ങളും നമ്മളെ മാടി വിളിക്കുന്ന ഒരു ലോകവും കൂടിയായി. പക്ഷെ ഇപ്പോഴും എല്ലാവരും അശാന്തരാണ്, അസ്വസ്ഥരാണ്, പലതുകൊണ്ടും അതൃപ്തരാണ്. അതിലേറെ ഭയാനകതയും അകാരണമായ അസ്വസ്ഥതകളും നിറഞ്ഞ ജീവിതം അത് വർദ്ധിച്ചു വരുന്ന ഒരു കാലവും കൂടിയാണ്. അപ്പം ഇത്തരം ഘട്ടത്തിൽ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമാജത്തിൻ്റെയും ഈ രാഷ്ട്രത്തിൻ്റെയും ഒക്കെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിനും ഉതകുന്ന രീതിയിൽ ഓരോ വ്യക്തികളെയും രൂപപ്പെടുത്തിയെടുക്കുന്നതിന് അഥവാ നിർമ്മിക്കുന്നതിന് ദൈവികമായ ആരാധനാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം സാധിക്കും. അതിനുള്ള കരുത്ത് അതിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പൂർവികന്മാരായ ഋഷിവര്യന്മാരുടെ ആഹ്വാനവും നിർദ്ദേശവുമാണ് ഇത്തരം ആചരണങ്ങളും ആഘോഷങ്ങളുമായി കാലക്രമേണ പരിവർത്തനം ചെയ്യപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളായ അമ്മമാരും സഹോദരിമാരും അല്ലെ മുതിർന്ന സഹോദരന്മാരും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു ഭാഗത്ത് ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടി നാം പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമുക്ക് മുമ്പിൽ ലോകം നൽകുന്ന അവസരങ്ങൾ, ഒളിഞ്ഞു നിൽക്കുന്ന പലതരത്തിലുള്ള സാധ്യതകൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായി അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട്. സാമ്പത്തികമായ, സൗഹൃദ സംബന്ധമായ ബന്ധങ്ങളിലൂടെ, ഔദ്യോഗിക ചുമതലകളിലൂടെ, ഉത്തരവാദിത്തങ്ങളിലൂടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ, രാഷ്ട്രജാഗരണത്തെ കരുത്തുറ്റതാക്കി തീർക്കുന്ന പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നാം വളരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്, ധാരാളം സമ്പാദിക്കേണ്ടതുണ്ട്. അതിനുള്ള കാലം നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത് തികഞ്ഞ അങ്ങനെ തിളച്ചു നിൽക്കുന്ന യൗവനകാലമാണ്. അപ്പം ഭൗതികമായ അഭിവൃദ്ധിയും നേട്ടങ്ങളും കൊയ്തെടുക്കാനുള്ള ഒരു കാലയളവ് കഴിഞ്ഞാൽ, അതൊക്കെ നിർവഹിച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ, അതിൻ്റെ അനന്തര തലമുറയ്ക്ക് അത് അനുഭവിക്കാനും ഉപയോഗിക്കാനും അവസരം നൽകിയതിന് ശേഷം വിരമിച്ചു കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണസമയ ആധ്യാത്മിക ധാർമ്മിക അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി നാം കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്.
പക്ഷേ അങ്ങനെ ഒരവസരത്തെയോ അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമുക്കൊരു മുൻധാരണയില്ല. ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പമോ കുടുംബജീവിതത്തിൽ വളർന്നു വരുന്ന കാലത്തൊന്നും ജീവിതത്തിൻ്റെ ശരിയായ ക്രമത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച്, ആ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടങ്ങളെക്കുറിച്ചൊന്നുമുള്ള ഒരവബോധം നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിക്കാണില്ല. ചിലരെങ്കിലും ഉണ്ടാകും, പക്ഷേ ഏറെയും അങ്ങനെ കിട്ടാതെ വളർന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ചില കഥകളും ഉദാഹരണങ്ങളും പുരാണേതിഹാസങ്ങളിലെ ചില കഥാസന്ദർഭങ്ങളുമൊക്കെ മുത്തശ്ശി കഥകളിലൂടെയോ അമർചിത്ര കഥകളിലൂടെയോ ഒക്കെ വായിച്ചു കേട്ടു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ധർമ്മത്തിൻ്റെ, അതായത് സനാതന സംസ്കൃതിയുടെ, ഹിന്ദു ധർമ്മത്തിൻ്റെ അതിൻ്റെ ബഹുമുഖമായ പ്രഭാവത്തെക്കുറിച്ച് വേണ്ട അവബോധം നമുക്കുണ്ടായിട്ടില്ല. പ്രാഥമിക പാഠങ്ങൾ പോലും നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം അനുഷ്ഠാനങ്ങൾ കൃത്യതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അവരും ആചരിച്ചിട്ടുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ദൈവിക ഉപാസനയിൽ കുറേ കാലം ചെലവഴിക്കുമ്പോഴാണ് മനുഷ്യ മനസ്സിന് ഒരു പാകത, തെളിമയുണ്ടാകുന്നത്. അപ്പോൾ ആ പാകതയും തെളിമയും ഉണ്ടാകുമ്പോൾ മാത്രമേ ആധ്യാത്മികമായ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആധ്യാത്മികമായ ഉണർവ് അവനവനിൽ തന്നെ സംഭവിക്കൂ. അതിന് പ്രായമാകണം, റിട്ടയർ ചെയ്യണം, മരണത്തോടടുക്കണം, ഇങ്ങനെയുള്ള കാലമൊന്നും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ കരുത്തുള്ള സമയത്ത്, അവസരവും സൗകര്യമുള്ള സമയത്ത് ഏതെങ്കിലും ഒരു ദൈവിക അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ക്രമേണ നമ്മിൽ ആധ്യാത്മികമായ ഉണർവുണ്ടാകുന്നത്. അപ്പോൾ ആ ആധ്യാത്മികമായ ഉണർവിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട്, അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പല വിധത്തിലുള്ള ഇങ്ങനെ അതിനെ എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന പലതരത്തിലുള്ള ദൈവികമായ അവതരണ വിശേഷങ്ങളുണ്ട്. അതിലൊരു പോർഷൻ, ഒരു ഭാഗമാണ് ഈ നവരാത്രി ആചരണം. മനുഷ്യൻ ഭൗതികമായി വളരുകയും ഉയരുകയും ചെയ്യേണ്ടതാണ്. അത് ആവശ്യമാണ്. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതോ ഒഴിവാക്കേണ്ടതോ അല്ല. നമുക്ക് ജീവിക്കാൻ എന്തെല്ലാം വേണം? ആരോഗ്യം വേണം, സമ്പത്ത് വേണം, വിഭവങ്ങൾ വേണം, ബന്ധങ്ങൾ വേണം, താമസിക്കാൻ എല്ലാ വിധത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളും ഒത്തുകൂടിയിരിക്കുന്ന പാർപ്പിടം വേണം, സ്ഥിരമായ വരുമാനമുണ്ടാകുന്ന ഉദ്യോഗമോ തൊഴിലോ മറ്റെന്തെങ്കിലും പരിപാടിയോ വേണം. അപ്പോൾ ഇതിനെയെല്ലാം നാം തീർച്ചയായും ഉപാസിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത്തരം ഉപാസനയെല്ലാം ദൈവികമായി അവതരിപ്പിക്കുമ്പോഴാണ് ഈ നവരാത്രിയുടെ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദേവീഭാവങ്ങളെ കൃത്യമായി ഒന്ന് പഠിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ആ നാൾ വഴികളെ കൃത്യമായി ഈ ദേവതകൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഭാരതീയ ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ഈ കാലയളവുണ്ടല്ലോ, ജീവിതം എന്ന ഈ സെഗ്മെൻറ്റ്, ഈ കാലയളവിനെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ആ 4 വിഭാഗങ്ങളിൽ ആദ്യത്തേത് നമ്മുടെ ചെറുപ്പകാലം, കുട്ടിക്കാലം, അതായത് ശൈശവം കടന്നു ബാല്യവും കൗമാരവും യൗവനത്തിൻ്റെ പ്രാരംഭവും. ഈ ഒരു കാലയളവിനെ ബ്രഹ്മചര്യ ആശ്രമം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ദേവീഭാഗത്തിലും ദേവിയെ ബ്രഹ്മചാരിണിയായി ആരാധിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. വാസ്തവത്തിൽ ബ്രഹ്മചാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പൊതുബോധമുണ്ട്. നമ്മൾ സൃഷ്ടിച്ചതോ നമ്മിൽ സൃഷ്ടിക്കപ്പെട്ടതോ ഒരു പൊതുബോധം ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ബ്രഹ്മചാരി അല്ലെങ്കിൽ ബ്രഹ്മചാരിണി എന്നൊന്നും അങ്ങനെ ആരെയും പറഞ്ഞു കേട്ടിട്ടില്ല. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് എന്താ? വിവാഹം കഴിക്കാത്ത ആളായിരിക്കണം. അത്രമാത്രമേ നമുക്കറിയാവൂ. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അയാൾ കല്യാണം കഴിക്കാത്ത ആളാണെന്നാണ് ഇപ്പോൾ ഒരു പൊതുധാരണ. പക്ഷേ ശാസ്ത്ര പദ്ധതി അനുസരിച്ച് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പരമാത്മതത്വത്തെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതിനെ സാക്ഷാത്കരിക്കാൻ ജീവിതത്തിന് കൃത്യമായ ഒരു മാർഗരേഖയെ സ്വീകരിക്കുക. ഈ വ്രതത്തോടുകൂടി ജീവിക്കുന്ന ഏതൊരാൾക്കും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ശാസ്ത്രസമ്മതമായ ഒരു അഭിസംബോധനയാണ് ബ്രഹ്മചാരി എന്നുള്ളത്. അപ്പോൾ ആ കാലയളവ് അറിവ് കൊണ്ട് സമ്പന്നമാകേണ്ടതുണ്ട്. എന്തെല്ലാം അറിവുണ്ടാകണം? ചുറ്റുപാടുകളെക്കുറിച്ച് അറിവുണ്ടാകണം, ലോകത്തെക്കുറിച്ച് അറിവുണ്ടാകണം, ജീവിതത്തെക്കുറിച്ച് അറിവുണ്ടാകണം, പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുണ്ടാകണം, അവനവനെക്കുറിച്ച് അറിവുണ്ടാകണം. ഇങ്ങനെ അറിവുകളെ സമാഹരിക്കുക എന്നതാണ് അതിലൂടെ ശീലങ്ങളെ, ആദർശങ്ങളെ, നിഷ്ഠകളെ ജീവിതത്തിനെ രൂപപ്പെടുത്തുന്ന, അതിനെ മോൾഡ് ചെയ്യുന്ന ഒരു കാലമാണ് ബ്രഹ്മചാര്യകാലം. ബ്രഹ്മചര്യ ആശ്രമം എന്ന് തന്നെയാണ് ആ കാലയളവിനെ ഋഷിമാർ വിശേഷിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ചെറുപ്പകാലം, കരുത്തുറ്റ കൗമാരം, ത്രസിക്കുന്ന കൗമാരം, എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും എതിർക്കാനുമൊക്കെ നിരന്തരം പ്രചോദനവും പ്രേരണയും ഇങ്ങനെ
ഉള്ളിൽ നിന്ന് ഒരു തുടുപ്പായി പ്രവാഹമായി ഉണർന്ന് ഒഴുകുന്ന കൗമാരം. ആ കൗമാരത്തിന് ശരിയായ ദിശാബോധം വേണം, അടുക്ക് വേണം, ചിട്ട വേണം, വ്യവസ്ഥ വേണം, ഉചിതമായ ശീലങ്ങളും ഉചിതമായ സമീപനവും വ്യക്തിത്വ പോഷണവും വേണം. അപ്പം അതിന് പഠനം അനിവാര്യമാണ്. ഒരു ഗുരുശിഷ്യ സമ്പ്രദായത്തിൽ ശാസ്ത്രങ്ങളെ മനസ്സിലാക്കുകയും തൻ്റെ തൊഴിൽ മേഖലയും ജീവനോപാധിയും തിരഞ്ഞെടുക്കുകയും എന്താണ് ഒരു മനുഷ്യനായി ഈ ലോകത്ത് ഞാൻ കഴിയുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ചുറ്റുപാടുകൾക്കും വരാൻ പോകുന്ന തലമുറകൾക്കുമായി ഞാൻ ചെയ്യേണ്ടത്, ഇവിടെ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ അവസരങ്ങളിലാണത് സാധിക്കുക, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കേണ്ട കാലമാണ് വാസ്തവത്തിൽ ഈ ബ്രഹ്മചര്യാശ്രമം വിദ്യാഭ്യാസ കാലം. ഇന്നും ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പഠിച്ചു വളർന്ന നമ്മളും നമ്മുടെ കുട്ടികളുമൊക്കെ 25, 26, 30 വർഷക്കാലം വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അതുപോലെ ഉയർന്ന പരിശീലന കേന്ദ്രങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്നതിനെക്കുറിച്ച് കാര്യമായ ബോധമൊന്നുമില്ല. ഇപ്പോഴും +2 കഴിഞ്ഞാൽ അതിൽ ബിരുദം കഴിഞ്ഞാൽ കൂടി മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കണം, ആരാകണം എന്നതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല. അപ്പോൾ അവനവനെക്കുറിച്ച്, അവനവൻ്റെ കഴിവുകളെക്കുറിച്ച് അറിയുകയും ആ കഴിവുകൾ ഉപയോഗിച്ച് ഏറ്റവും മികച്ചൊരു ജീവിതം നയിക്കാൻ ഞാൻ ഏത് തൊഴിൽ മേഖല തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കുകയും ആ തൊഴിൽ മേഖലയിൽ എത്തിച്ചേരാനുള്ള നിരന്തരമായ പരിശ്രമത്തെ ഒരു വ്രതമായി, ഒരു തപസ്സായി കാണുകയും ചെയ്യുന്ന ബ്രഹ്മചാരികൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളേക്കാൾ അതല്ലെങ്കിൽ പൗരന്മാരെക്കാൾ ബ്രഹ്മചാരിണികൾ നമ്മുടെ സമൂഹത്തിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ മാറണം. ആ മാറണമെങ്കിൽ അതിൻ്റെ ശരിയായ നിർവചനവും വിവരണവും നാം അറിയണം. അതിന് ആചാര്യമുഖവും അല്ലെങ്കിൽ ശാസ്ത്രങ്ങളെ വളരെയധികം ആദരവോടുകൂടി സമീപിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. നമ്മുടെ ഇടയിൽ ഇതൊക്കെ വളരെ കുറവാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് അനുബന്ധമായി ഇതൊക്കെ പഠിപ്പിക്കാൻ ഒരു തുടർ പഠന പരിപാടി നമ്മൾ ആലോചിക്കുകയോ ഏർപ്പാട് ചെയ്താൽ നമ്മുടെ കുട്ടികളെ എത്ര പേരതിൽ പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാകും? എല്ലാം നന്നാവണം, എല്ലാ കുട്ടികളും മികച്ചവരാണൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ ഒരു പങ്കാളിത്തം, നമ്മുടെ ഒരു ഉത്തരവാദിത്വം എത്ര കണ്ട് നാം നിർവഹിക്കപ്പെടുന്നു എന്നത് ഈ സന്ദർഭത്തിൽ ഒരു ചോദ്യമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒന്ന്, അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തൻ്റെ ആരോഗ്യത്തിനും കഴിവിനും അറിവിനും, അതായത് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും ഉചിതമായ ഒരു വ്യവഹാര മേഖല, തൊഴിൽ മേഖല അല്ലെങ്കിൽ ഔദ്യോഗിക നമുക്ക് കണ്ടെത്താം. അതിലൂടെ ധാരാളം സമ്പാദിക്കാം. അപ്പോൾ അതുകൊണ്ട് കർമ്മമേഖലയിൽ നാം വിജയിക്കേണ്ടതിൻ്റെയും വളരേണ്ടതിൻ്റെയും ആവശ്യകതയെ സൂചിപ്പിച്ചുകൊണ്ട് ദേവിയുടെ ശക്തിയുടെയും ദുർഗയുടെയും ഒക്കെ അവതാരങ്ങളെ പൂജിക്കുക കേവലം ഒരു പ്രതീകാത്മകമായ ആരാധന മാത്രമല്ല, അത് നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന അഭൗമവും അലൗകികവുമായ ചൈതന്യവിശേഷത്തെ പുഷ്പിച്ച് ഭൗതികമായ നേട്ടങ്ങൾ സമാഹരിക്കേണ്ടതിൻ്റെ, അതിനെ നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും ഗൗരവത്തെയും അത് ഓർമ്മിപ്പിക്കുന്നു. അപ്പം നമ്മിൽ അന്തർലീനമായ കഴിവിനെ ദൈവികമായ ഉപാസനകളിലൂടെ ഉണർത്തി അതിന് ഏറ്റവും സാത്വികവും സഭ്യവും ലോകത്തിന് ഹിതകരവുമായ പ്രവർത്തനങ്ങളിലൂടെ അതിനെ അവതരിപ്പിച്ച് അതിലൂടെ കിട്ടുന്ന സമ്പത്ത് അനുഭവിക്കുകയും അതിൻ്റെ ഒരംശം ധാർമ്മികമായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുകയും അവശേഷിക്കുന്നത് വരും തലമുറകൾക്ക് ഇവിടെ നിലനിൽക്കാൻ ഉദാര മനസ്സോടുകൂടി കൈമാറുകയും ചെയ്യുന്ന ഒരു സമീപനത്തെയും ഒരു ജീവിത വ്യവസ്ഥയെയും ഈ മേഖല സൂചിപ്പിക്കുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ സമ്പാദിക്കാം? സമ്പത്ത് സമ്പാദിക്കണം. സന്താനങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമാണ്. അതും ഈ നേട്ടങ്ങളുടെ പട്ടികയിലുള്ളതാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല, ഭൂമി, അതുപോലെ കാർഷിക വിഭവങ്ങൾ, അതുപോലെ സൗഹൃദങ്ങൾ, കെട്ടിടങ്ങൾ, വ്യാപാരശാലകൾ, ഇങ്ങനെ എല്ലാം നേടാനുള്ള, എല്ലാം വളർത്തിയെടുക്കാനുള്ള, എല്ലാറ്റിലും വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഒരു കാലയളവാണ് യൗവനമെന്നത്. അതൊരു മരവിപ്പോ മുരടിപ്പോ ആയി തീരാതെ ഊർജ്ജസ്വലതയും ഉന്മേഷവും ആവേശവും അത് ഒരു കരുത്തായി ഏത് കർമ്മരംഗത്തും പ്രയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുക എന്നൊരു വലിയ ഉത്തരവാദിത്വത്തോടും ആവേശത്തോടും കൂടി ജീവിക്കാൻ ഈ ദേവീഭാവങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഇപ്പം കേവലം ഒരു പ്രതീകത്തിലോ ഒരു വിഗ്രഹത്തിലോ ഒരു ചിത്രത്തിലോ ദീപാരാധന നടത്തുകയും പുഷ്പമണിയിക്കുകയും മാത്രമല്ല, അതിലൂടെ നാം സ്വായത്തമാക്കുന്ന ഒരു ആദർശമുണ്ട്, ഒരു ജീവിത വീക്ഷണമുണ്ട്, സമീപനമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്.
അപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ നാം ചെലവഴിക്കുന്ന ഊർജം അത് ഏറ്റവും ശുദ്ധവും ശുഭവുമായ വിധത്തിൽ നമുക്ക് അനുകൂലമായ നേട്ടങ്ങളായി മാറ്റിയെടുക്കേണ്ടതിൻ്റെ, അത് വളർത്തിയെടുക്കേണ്ടതിൻ്റെ വലിയൊരു നിർദ്ദേശം, ആഹ്വാനം ഈ ദേവീഭാവങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭൗതികമായ സമ്പത്തും ഭൗതികമായ അഭിവൃദ്ധിയും അനുഭവിച്ച് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അഥവാ പാരമ്യത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെ എന്താണ്, നമ്മുടെ കർമ്മശേഷി മെല്ലെ കുറയുകയായി, കായിക ശേഷിക്ക് മെല്ലെ മെല്ലെ ഒരു അപജയം സംഭവിച്ചു തുടങ്ങുകയായി. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ശരീരം പല വിധത്തിൽ പ്രകടിപ്പിച്ചു തുടങ്ങും. ആഹാരം കഴിക്കുന്നതിലും പെരുമാറുന്നതിലും പഴയ പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ക്ഷമതയിലും ശേഷിയിലുമൊക്കെ ക്രമേണ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ഡീക്കേ സംഭവിക്കുന്നതായി നമുക്ക് തന്നെ അറിയാം. ജീവിതത്തിൻ്റെ ഒരു പകുതി ദൂരം പിന്നിട്ടാൽ, അതായത് ഒരു 50 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയതുപോലെ ഊർജ്ജസ്വലതയും ഉന്മേഷവും കായികക്ഷമതയും വീണ്ടെടുക്കാൻ സാധ്യമല്ല. അത് അംഗീകരിക്കുക. അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം, ഈ രണ്ടാമത്തെ ഘട്ടത്തെ ഗൃഹസ്ഥാശ്രമം എന്ന് വിശേഷിപ്പിച്ചു. മൂന്നാമത്തെ ഘട്ടത്തെ വാനപ്രസ്ഥം എന്ന് ശാസ്ത്രങ്ങൾ അതിനെ ആ ഒരു കാലയളവിനെ വിശേഷിപ്പിക്കുന്നു. അതായത് ഔദ്യോഗികവും ഭൗതികവുമായ എല്ലാ കർമ്മങ്ങളിൽ നിന്നും മെല്ലെ ഉൾവലിയാനുള്ള ഒരു ശ്രമം. പിൻവലിഞ്ഞ് വിരസരായിരിക്കുക എന്നുള്ളതല്ല, ആധ്യാത്മിക ജീവിതത്തിന്, ആധ്യാത്മിക ചിന്തകൾക്ക്, ആധ്യാത്മികമായ അനുഭവങ്ങൾക്ക് കൂടുതൽ സമയവും കൂടുതൽ പ്രവർത്തനവും നൽകേണ്ട കാലമാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിൻ്റെ തുടക്കം, ഈ പറയുന്ന വാനപ്രസ്ഥാശ്രമം. അവിടെ ശാസ്ത്രങ്ങളെ നന്നായി പഠിക്കുക, തനിക്കിണങ്ങുന്ന സാധനാനുഷ്ഠാനങ്ങളെ ഏറ്റവും ഗൗരവത്തോടും ഏറ്റവും പ്രാധാന്യത്തോടും കൂടി അനുഷ്ഠിക്കുക. അതിലൂടെ കൈവരുന്ന ആധ്യാത്മികമായ ഉണർവ്, ആധ്യാത്മികമായ അനുഭൂതി ജീവിതത്തിൻ്റെ എല്ലാ വിഷമതകൾക്കും എല്ലാ തരത്തിലുള്ള ഒറ്റപ്പെടലുകൾക്കും പരിഹാരമായി തീരുക എന്നതൊക്കെ ആ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ ഇന്നത്തെ കുടുംബ ജീവിതത്തിൽ കാണുന്നില്ല. സായാഹ്നമാകുന്ന സമയത്ത് ഈ ശാസ്ത്രങ്ങൾ, പ്രധാനമായും പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ധർമ്മശാസ്ത്രങ്ങളോ ഒക്കെ ഒന്ന് വായിക്കുക, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തമരായ ആൾക്കാരെ കണ്ടതിൽ നിന്ന് സംശയ നിവാരണം വരുത്തുക. ജീവിതത്തിന് തന്നെ സമാധാനവും ശാന്തവുമായ ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. തൻ്റെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും ചിന്തകളുമെല്ലാം മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകാതെ ഹിതകരമായ രീതിയിൽ നിലനിർത്താൻ ശ്രമിക്കുക. ഇതൊക്കെ വാസ്തവത്തിൽ വാനപ്രസ്ഥത്തിൻ്റെ ചര്യകളാണ്.